ഇനി നമുക്ക് മീൻ തേങ്ങ വറുത്തരച്ച് കറി വെക്കുന്നത് എങ്ങനെ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കണം മീൻ ആവോലിയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ വെച്ചിട്ട് ഈ കറി വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനിവിടെ 1/2 കിലോ മീനാണ് എടുത്തേക്കുന്നത്. മീനിൻ്റെ പീസുകൾ ഞാനിവിടെ ഒരു മീഡിയം പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നിങ്ങൾ മീൻ കട്ട് ചെയ്യുമ്പോൾ ഒരു മീഡിയം പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഒരുപാട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കറി വെക്കുമ്പോൾ മീൻ പെട്ടെന്ന് ഉടഞ്ഞു പോകും. പിന്നെ ഈ കറിയിലേക്ക് നമ്മൾ തേങ്ങ വറുത്തിട്ട് അരച്ച് ചേർക്കും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങയുടെ കൂടെ മുളകും ചേർക്കണം, മല്ലിയും ചേർക്കണം, മഞ്ഞൾപ്പൊടിയും ചേർക്കണം, ഉലുവയും ചേർക്കണം. അത് മുളകും മല്ലിയും പൊടിയായിട്ട് ചേർക്കാണ്ട് മുഴുവനായിട്ട് ചേർക്കാം. അത് വറുത്തരച്ച് നമ്മൾ എന്ത് കറി വെക്കുമ്പോഴും മല്ലിയും മുളകും ഒക്കെ മുഴുവനായിട്ട് ചേർത്തിട്ട് വറുത്തരച്ചെടുക്കുമ്പോഴായിരിക്കും ആ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ പൊടി ചേർക്കാണ്ട് മുഴുവനായിട്ട് ചേർക്കാം. ഞാനിവിടെ ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. ഉണക്കമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ മല്ലി വേണം. മല്ലിയും ഞാനിവിടെ പൊടിയായിട്ടല്ല എടുത്തേക്കുന്നത്, മുഴുവനായിട്ടുള്ള മല്ലിയാണ് എടുത്തേക്കുന്നത്. അത് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ ഉലുവ വേണം. ഉലുവ വളരെ കുറച്ച് ചേർത്താൽ മതി. ഞാനിവിടെ 1 പിഞ്ച് ഉലുവ എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി വേണം. മഞ്ഞൾപ്പൊടി ഞാൻ അതിലേക്ക് ചേർക്കുമ്പോൾ അതിൻ്റെ അളവ് കൃത്യമായിട്ട് പറയാം. ഈ മഞ്ഞൾപ്പൊടിയും മല്ലിയും ഉണക്കമുളകും ഉലുവയും തേങ്ങയും കൂടിയിട്ട് നന്നായിട്ട് വറുത്തിട്ട്, തേങ്ങ നല്ല ചുമക്കെ വറുത്തെടുക്കണം. അതിൻ്റെ മിക്സിയിൽ ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. പിന്നെ ഈ കറിയിലേക്ക് നമ്മൾ വഴറ്റി ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഈ കറിയിലേക്ക് ഞാൻ സവോള ചേർക്കണില്ല. ഇത് വറുത്തരച്ച് വെക്കുന്ന കറി ആയതുകൊണ്ട് ഈ കറി നമ്മൾ പുറത്ത് ഒരു 2-3 ദിവസം വെച്ചിരുന്നാലും ഈ കറി നാശാവാണ്ടിരിക്കും. അപ്പോൾ സവോള ചേർത്തിട്ടുണ്ടെങ്കിൽ കറി പെട്ടെന്ന് നാശാവും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5 വലിയ വെളുത്തുള്ളി കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്, പിന്നെ കറിവേപ്പില, പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടിയും വേണം. മഞ്ഞൾപ്പൊടി നമ്മൾ തേങ്ങ വറുത്തരച്ചെടുക്കുമ്പോഴും ചേർക്കുന്നുണ്ട്. ഇതേപോലെ ഉള്ളിലേക്ക് വഴറ്റിയെടുക്കുമ്പോഴും മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതാ മഞ്ഞൾപ്പൊടി ഞാൻ അതിലേക്ക് ചേർക്കുമ്പോൾ അതിൻ്റെ അളവ് കൃത്യമായിട്ട് പറയാം. പിന്നെ കറിയിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് കുടംപുളിയും ചേർക്കുന്നുണ്ട്, തക്കാളിയും ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഇതേപോലത്തെ ഒരു 3 ചുള കുടംപുളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലത്തെ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം ഇതേന് കറിയാക്കാന്ന്. ഇത് കറിയാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തേങ്ങ വറുത്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് ചൂടാക്കുക. ഇതിലേക്ക് ഒരു 3 പിടി തേങ്ങ ചേർക്കുക. നിങ്ങൾ പലരും പാക്കറ്റ് തേങ്ങയാണ് വാങ്ങുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ തേങ്ങ ഇപ്പോൾ ഒരു അരമുറി തേങ്ങ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇതേപോലെ 3 പിടി തേങ്ങ എന്ന് പറയുന്നത്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മല്ലി ചേർക്കാം. ഉണക്കമുളക് ചേർക്കാം. ഉണക്കമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഒരു നുള്ളു ഉലുവ ചേർക്കാം. ഉലുവ ഒരു നുള്ളു മാത്രം ചേർത്താൽ മതി. ഈ സവോള നമ്മൾ വഴറ്റിയെടുക്കുമ്പോഴും ഒരു നുള്ളു ഉലുവ ചേർക്കുന്നുണ്ട്. ചേർക്കുക. അപ്പോൾ കൂടുതൽ ഉലുവ ചേർത്തിട്ടുണ്ടെങ്കിൽ കറിക്ക് നല്ലൊരു കൈപ്പരസം ഉണ്ടാവും. വളരെ കുറച്ച് ചേർക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടിയും ചേർക്കാം. നിങ്ങളുടെ അടുത്ത് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർക്കാം. ഇതേപോലെ തേങ്ങ വറുത്തരച്ചെടുക്കുമ്പോൾ അതിലേക്ക് ചുവന്നുള്ളിയും കൂടിയും ചേർക്കാറുണ്ട്. ചുവന്നുള്ളിയും കൂടിയും ചേർത്ത് നമ്മൾ തേങ്ങ വറുത്തരച്ചെടുത്ത് കറി വയ്ക്കുകയാണെങ്കിൽ ചിലപ്പോൾ കറി പെട്ടെന്ന് കേടാവും. ചുവന്നുള്ളിയും സവോളയ്ക്കും കറിയിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ കറി പെട്ടെന്ന് കേടാവും. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ചുവന്നുള്ളി ചേർക്കുന്നില്ല. മുളക് ഞാനിവിടെ നല്ല എരിവുള്ള മുളകാണ് ചേർത്തിരിക്കുന്നത്. ഞാനിവിടെ ഒരു 1.25 പിടി മുളക് ചേർത്തിട്ടുണ്ട്. മുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഈ തേങ്ങ മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായി കഴിയുമ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ചേർക്കണം. അപ്പോൾ തേങ്ങ എപ്പോഴും നിങ്ങൾ ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ തേങ്ങ എല്ലാ സൈഡും ഒരേപോലെ മുരിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ തേങ്ങ മുരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. നല്ല ഡാർക്ക് ബ്രൗൺ ആവാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ടുണ്ടെങ്കിൽ തേങ്ങ കരിഞ്ഞു പോകും. അത് നല്ലൊരു ഗോൾഡൻ കളർ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ചെറുതായിട്ടൊരു ബ്രൗൺ കളർ വരുന്ന വരെ ഈ തേങ്ങ നിങ്ങൾ വറുത്തെടുക്കണം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഈ മഞ്ഞൾപ്പൊടി നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴറ്റിയെടുക്കുമ്പോഴും മഞ്ഞൾപ്പൊടി ചേർക്കും. ഈ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിക്കണം. ഈ മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഈ തീ ഓഫ് ചെയ്യുക. ഈ തേങ്ങ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കാം. അതെപ്പോൾ നിങ്ങൾ തേങ്ങ വറുത്തെടുക്കുമ്പോഴായിരുന്നാലും അങ്ങനെ തന്നെ ചെയ്യണം. അല്ലെങ്കിൽ ഈ പാൻ്റെ ചൂട് കൊണ്ട് ഈ തേങ്ങ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും.
ഈ തേങ്ങ പതുക്കെ ഒന്ന് ചൂടാറി കഴിയുമ്പോൾ ഇത് മിക്സിയിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. നിങ്ങൾ മിക്സിയിലിട്ടിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുമ്പോൾ ഏറ്റവും ആദ്യം മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നിങ്ങൾ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. വെള്ളം ചേർക്കുമ്പോഴായിരുന്നാലും ഒരുപാട് വെള്ളം ചേർക്കരുത്. ഒരുപാട് വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടില്ല. അപ്പോൾ തേങ്ങ ഞാനിവിടെ മിക്സിയിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കറിയാക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടി വെച്ചിട്ട് ചൂടാക്കുക. മീനൊക്കെ കറി വെക്കുമ്പോൾ മൺചട്ടി ഉണ്ടെങ്കിൽ മൺചട്ടിയിൽ വെക്കുക. പിന്നെ മൺചട്ടിയൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാത്ത മൺചട്ടിയൊക്കെ ആണെങ്കിൽ മൺചട്ടി നിങ്ങൾ എടുത്ത് വെക്കുമ്പോൾ മൺചട്ടി നന്നായിട്ട് കഴുകി കഴിഞ്ഞിട്ട് നന്നായിട്ട് തുടച്ച് വെള്ളം കളഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ച് ഓയിലൊന്ന് തേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൺചട്ടിയുടെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കും വെളുത്തിട്ട് ഇങ്ങനെ ഒരു പാട് പോലെ എന്തോ ഒരു ഫംഗസ് പോലെ ഇങ്ങനെ നിറച്ചും കാണും. അപ്പോൾ അതേപോലെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് ഓയിലൊന്ന് തേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ മൺചട്ടി എപ്പോഴും നല്ല കളറിലിരിക്കും. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കാം. ഈ കറി വയ്ക്കുമ്പോൾ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുക. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒരു പിഞ്ച് ഉലുവ ചേർക്കുക. ഉലുവ ഒരു പിഞ്ച് മാത്രം ചേർത്താൽ മതി, കൂടുതൽ ചേർക്കരുത്. കറിക്ക് നല്ല കയ്പ്പരസം വരും. അപ്പോൾ ഉലുവ മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പില ചേർക്കുക. ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി ചേർക്കുക. ഇഞ്ചി ചതച്ചെടുക്കുമ്പോൾ നന്നായിട്ട് ചതച്ചെടുത്തിട്ട് അല്ലി പോലെ വിടർത്തിയിടണം, അല്ലെങ്കിൽ കറിയിൽ കട്ട പിടിച്ച പോലെ കിടക്കും. വെളുത്തുള്ളിയും ചേർക്കുക. ഇതെല്ലാം കൂടിയിട്ട് മുരിഞ്ഞിട്ട് നല്ലൊരു ഗോൾഡൻ കളറാവണം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുക. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. നമ്മൾ തേങ്ങ വറുത്തെടുത്തപ്പോഴും മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. തേങ്ങ വറുത്തെടുത്തപ്പോൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്. അപ്പോൾ ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തേക്കുന്നത്. ഇപ്പോൾ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് അരച്ച് വെച്ചേക്കുന്ന തേങ്ങ ചേർക്കുക. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. ഇത് മൺചട്ടി ആയതുകൊണ്ട് മൺചട്ടിയുടെ ചൂട് നന്നായിട്ട് നിൽക്കും. അപ്പോൾ തീ എങ്ങാനും കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. ഈ കറിയിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടിയും ചേർക്കാം. ഈ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കുക. ഈ കറിയിലേക്ക് കുടംപുളി ചേർക്കുക. കുടംപുളി നിങ്ങളുടെ പുളിക്കനുസരിച്ച് ചേർക്കുക. ഞാൻ അതേപോലത്തെ ഒരു 3 കുടംപുളിയാണ് ചേർക്കുന്നത്. കുടംപുളി നിങ്ങൾ ആദ്യം നന്നായിട്ട് കഴുകിയിട്ട് ഒരു 5 മിനിറ്റ് വെള്ളത്തിലിട്ടിട്ട് വയ്ക്കുക. 5 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴും ആ കുടംപുളി എടുത്ത് നന്നായിട്ട് കഴുകിയിട്ട് ആ വെള്ളം കളഞ്ഞിട്ട് വേറെ രണ്ടാമത് വെള്ളം ഒഴിച്ചിട്ട് കുടംപുളി കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ കുടംപുളിക്ക് കയ്പ്പരസം ഉണ്ടാവും. അത് പോകാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് കുതിർത്തി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് പിന്നെ രണ്ടാമത് വെള്ളം ഒഴിച്ചിട്ട് കുടംപുളി കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കുക. കുടംപുളി ഒരു 15-20 മിനിറ്റിനുള്ളിൽ കുടംപുളി നന്നായിട്ട് കുതിർന്ന് വരും. എന്നിട്ട് ആ കുടംപുളി കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കുന്ന വെള്ളം കൂടി നിങ്ങൾക്ക് ഈ കറിയിലേക്ക് ചേർക്കാം. ഈ കറിയിലേക്ക് തക്കാളി ചേർക്കാം. ഞാനിവിടെ ഒരു വലിയ തക്കാളിയാണ് ചേർക്കുന്നത്. ഈ തക്കാളി ഏറ്റവും ആദ്യം വഴറ്റി ചേർക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ തന്നെ ഫ്രഷായിട്ട് കറിയിലേക്ക് ചേർക്കാം. ഈ കറിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പൊക്കെ ചേർക്കുമ്പോൾ ആദ്യം കുറച്ച് ചേർക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ കറി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമതും ചേർത്താൽ മതി. ഈ മൂടി വെച്ചിട്ട് ഈ കറി നന്നായിട്ട് തിളപ്പിക്കുക. ഈ കറി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് മീൻ ചേർക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കറി ആദ്യം തിളപ്പിച്ചിട്ട് മീൻ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഈ കറി നന്നായിട്ട് തിളയ്ക്കണം. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ കറി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് മീൻ ചേർക്കാം. ആ കറിയിലേക്ക് നിങ്ങൾ വെള്ളം ചേർക്കുമ്പോൾ ഒരുപാട് വെള്ളത്തിൽ കറി വെക്കരുത്. ഒരുപാട് വെള്ളത്തിൽ കറി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കറിയുടെ ഈ ഗ്രേവിക്ക് ഒട്ടും തിക്നെസ് ഉണ്ടാവില്ല. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ തേങ്ങ അരച്ചത് ചേർക്കുമ്പോൾ വെള്ളം ചേർക്കുമ്പോൾ അതനുസരിച്ചിട്ട് വെള്ളം ചേർക്കാം. മീനൊക്കെ ഈ കറിയുടെ ഗ്രേവിയിൽ നന്നായിട്ട് മുങ്ങിക്കിടക്കണം. എന്നാൽ മാത്രം മീനൊക്കെ ശരിക്കും വെന്ത് മീനിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാലയൊക്കെ ശരിക്കും പിടിക്കുള്ളൂ. ഇനി മൂടി വെച്ചിട്ട് ഈ കറി വേവിച്ചെടുക്കുക. ഈ കറി ഇടയ്ക്ക് നിങ്ങൾ ഈ മൺചട്ടി എടുത്തിട്ട് ഈ മൺചട്ടി ഒന്ന് ചിറ്റിച്ച് കൊടുക്കണം. ഈ മീൻ നന്നായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ സ്പൂൺ വെച്ചിട്ട് ഇളക്കരുത്. അങ്ങനെ സ്പൂൺ വെച്ച് ഇളക്കിയിട്ടുണ്ടെങ്കിൽ മീൻ ഉടഞ്ഞു പോകും. അപ്പോൾ ഇടയ്ക്ക് ഈ മൺചട്ടി ഒന്ന് ചിറ്റിച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ മൺചട്ടിയുടെ അടിയിൽ ചിലപ്പോൾ മീൻ അടിയിൽ പിടിക്കും.
ഒന്ന് കറി മൂടി വയ്ക്കാം. അപ്പോൾ കറിയിലേക്ക് മീൻ ചേർത്തിട്ട് കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ കറി ഒന്ന് ചിറ്റിച്ച് കൊടുക്കുക. ഈ കറി നിങ്ങൾ ചിറ്റിച്ച് കൊടുക്കുമ്പോൾ തീ പതുക്കെ കുറച്ച് വയ്ക്കണം. വലിയ കൈമേക്ക് പെട്ടെന്ന് നന്നായിട്ട് അങ്ങോട്ട് ചൂടടിക്കും. ഇതേപോലെ ഒന്ന് ചിറ്റിച്ച് കൊടുക്കുക. ഈ തീ പതുക്കെ കുറച്ച് വെച്ചിട്ട് ഈ കറി വേവിച്ചെടുക്കുക. ഈ കറി ഇതേപോലെ തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു 10 മിനിറ്റിനുള്ളിൽ കറി റെഡി ആയിരിക്കും. ഈ തീ പതുക്കെ കുറച്ച് വെച്ചിട്ട് മൂടി വയ്ക്കാം. അപ്പോൾ കറി മൂടി വെച്ച് വേവിച്ചിട്ട് ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ കറി ഒന്നും കൂടി ഒന്ന് ചിറ്റിച്ച് കൊടുക്കുക. ഇടയ്ക്ക് നിങ്ങൾ ഇതേപോലെ കറി ഒന്ന് ചിറ്റിച്ച് കൊടുക്കണം. കറിയുടെ ഗ്രേവിക്ക് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു 3-4 മിനിറ്റ് കൂടി ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ വറുത്തരച്ച മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കറിയുടെ ഗ്രേവിക്ക് നല്ല തിക്കായിട്ട് എണ്ണയ്ക്ക് നന്നായിട്ട് തെളിഞ്ഞ് കറിയുടെ മുകളിൽ വന്നിട്ടുണ്ട്. മീനും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം വെച്ചിരുന്നിട്ട് പിറ്റേ ദിവസത്തേക്കായിരിക്കും ഈ കറിയുടെ ശരിക്കുള്ള ടേസ്റ്റ് വരിക. അപ്പോൾ ആ കുടംപുളിയുടെ ആ ടേസ്റ്റൊക്കെ മീൻ്റെ ഉള്ളിൽ ശരിക്കും പിടിക്കും. അപ്പോൾ നിങ്ങൾ കഴിയുന്നതും ഒരു ദിവസം മുമ്പേ ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ അങ്ങനെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ ഈ കറി നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെയും നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണിത്. പിന്നെ ഈ കറി നമ്മൾ പുറത്ത് വെച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു 3-4 ദിവസം വരെ ഈ കറി കേടാവാതിരിക്കും. കറി നിങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും ഒരു സൈഡിൽ നിന്ന് മാത്രം എടുക്കുക. കറി ആകെയിട്ട് കുത്തി ഇളക്കിയിട്ടുണ്ടെങ്കിൽ കറി പെട്ടെന്ന് കേടാവും.